ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇയറിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വാറ്റ് ഷീറ്റ് ആണെങ്കിൽ അതിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിലേക്ക് നമ്മൾ ഒരു ഇയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷേപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. എന്നിട്ട് വേണം അതിൻ്റെ പുറത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. ഞാൻ അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് സ്റ്റോൺ ചെയിനാണ് അതിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കി, സ്റ്റോൺ ചെയിൻ അത് ചിലത് കുറച്ച് ഗ്യാപ്പുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓരോന്ന് നമ്മളത് ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് അത് അടുക്കി അത് നീറ്റായി കൊടുക്കുക. നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു ഫിനിഷിങ്ങോ ഒന്നും കാണത്തില്ല, കാരണം ആ ഔട്ട്ലൈനിലൊന്നും കറക്റ്റ് ഇരിക്കില്ലല്ലോ. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ കറക്റ്റ് ഷേപ്പ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് നീറ്റാക്കി എടുക്കുക. നോക്കി, ഇതുപോലെ. അതിനുശേഷം ഒരു ലെയറും കൂടെ, 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത ലെയറും കൂടെ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് തന്നെ അത് കൈകൊണ്ട് ഒന്ന് ഫിക്സ് ചെയ്ത് ശരിയായി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കറക്റ്റ് ഗ്യാപ്പില്ലാതെ, ഈ സ്റ്റോൺ ചെയിൻ കുറച്ച് ഗ്യാപ്പിലാണ് വരുന്നത്. ചിലത് അടുക്കിയുള്ളതുണ്ട്. അപ്പോൾ 2 ടൈപ്പുള്ളതുണ്ട്. കുറച്ച് ഗ്യാപ്പുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നോക്കിയേ, അവസാനം ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ അതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ മാറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് പലതരത്തിലുണ്ട്. ഈ മാറ്റ് കുന്തനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഓരോന്നിനും ഈ ഗ്ലാസ് കുറച്ചുകൂടെ ഒരു ഷൈനിങ് ഉണ്ടാകും. ഗ്ലാസ് കുന്തൻ ഇത് കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു നല്ല രസമുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആ ഒരു റൗണ്ട് സൈഡ് രണ്ടും ഫിനിഷ് ചെയ്തു. അടുത്ത അകത്തേക്കും. ഇത് നിങ്ങൾക്കത് പുറത്ത് മാത്രമാണ് ആവശ്യം, നിങ്ങൾക്ക് അകത്ത് വയ്ക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതൊക്കെ മാറ്റി ചെയ്യാം. അകത്ത് ഞാൻ വീണ്ടും ഒരു ലെയർ കൂടെ ആ കുന്തൻ ബീഡ്സ് കൊടുക്കുകയാണ്. അതങ്ങ് ഫിനിഷ് ചെയ്തു. അടുത്ത് ഞാൻ ഇയർ സ്റ്റഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹാഫ് കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തത്. ഹാഫ് കട്ട് ബീഡ്സിന് ഗോൾഡൻ സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്ക് ഇത് സൈസ് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ കട്ട് ബീഡ്സിൻ്റെ സൈസ് മാറ്റാം. അതിന് പകരം ഒരു ലെയർ പോയിട്ട് 2 ലെയറാണ് നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ കിട്ടും. ഞാനിത് മീഡിയം ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലേക്ക് സെയിം കുന്തൻ സ്റ്റോൺ കൊടുത്ത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ അതങ്ങ് ഫിനിഷ് ചെയ്തു. അടുത്ത് ഞാൻ നമ്മുടെ ഹാങ്ങിങ്ങിൽ ആ ഗ്യാപ്പിലേക്ക് ഫുൾ നമ്മുടെ ഒരു ഡയമണ്ട് സ്റ്റോണ് കൊടുത്ത് കുറച്ചുകൂടെ അതിനെ ഒന്ന് എലഗൻ്റ് ആക്കി. അത് കുറച്ച് ആ സ്റ്റോൺസ് കുറച്ചുകൂടെ കൊടുക്കുമ്പോൾ ഭംഗിയാണ്. എന്നിട്ട് സെൻറ്ററിലേക്ക്, മേളിൽ ആ ഇരിക്കുന്ന സെൻറ്ററിലേക്ക് നോക്കി അവിടെ ആ പോർഷനിലേക്ക് ആ ഡയമണ്ട് സ്റ്റോണിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിപ്പം കൂടിയതൊന്ന് കൊടുത്തു. അതിന് പല കളറിലുണ്ട്. നിങ്ങൾക്ക് ഗ്രീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ കളറാണ് യൂസ് ചെയ്തത്. സെയിം തന്നെയാണ്. ഓക്കെ, അതുകൂടെ വെച്ചപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭംഗി കൂടി കേട്ടോ. അതിനുശേഷം ഞാൻ പുറകിൽ ഇയർ സ്റ്റഡ് അതിൻ്റെ ഫിക്സിങ് എല്ലാം കൊടുക്കുകയാണ്. നോക്കേ, ജസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതങ്ങ് ഫിക്സ് ചെയ്യുക ഇതുപോലെ. അടുത്ത് അതിൻ്റെ പുറകിലേക്ക് ഐപ്പിൻ കണക്ട് ചെയ്ത് അത് രണ്ടും പരസ്പരം കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അത് സൈസിന് എപ്പോഴും കട്ട് ചെയ്തിട്ട് വേണം അത് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഞാനത് എപ്പോഴും പരസ്പരം അത് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സൈസ് കുറച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്കവിടെ അതിന് കറക്റ്റ് വയ്ക്കാൻ കറക്റ്റ് ചെറിയ സൈസാണ്. എന്നിട്ട് ഇത് തമ്മിൽ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുക. ഇത് രണ്ടും രണ്ടായിട്ട് കണക്ട് ചെയ്ത് ഒന്നത് ഡ്രൈ ആയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാം. ഞാനിത് ഒരുമിച്ച് ചെയ്യാറാണ് പതിവ്. അത് തമ്മിൽ പരസ്പരം ഒന്ന് കണക്ട് ചെയ്യുന്നു. നോക്കി, ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒന്നിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അത് ഞാൻ 2 സെക്കൻഡ് കഴിഞ്ഞൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് അടുത്തത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ കയ്യിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം സെയിം ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു പോർഷൻ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് അതുപോലെ ഇരിക്കും. ഓക്കെ, നല്ല മനോഹരമല്ലേ? വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഇത് ജസ്റ്റ് കട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല ഭംഗിക്ക് നമ്മളുടെ ഇഷ്ടത്തിന് അത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.